ഹലോ ഫ്രണ്ട്സ്, നല്ല ഒരു പ്രഭാതം നേരുകയാണ്. മഴയുണ്ട്. മഴയാണെന്നും പറഞ്ഞുകൊണ്ട് നടക്കാതിരിക്കണോ? വേണ്ട. മഴയായാലും കൊടുങ്കാറ്റായാലും നമ്മൾ നടന്നുകൊണ്ടേയിരിക്കും. നമുക്ക് പറയാനുള്ളത് ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതിൽ ചിലർ ഇത് കേട്ടുകൊണ്ടേയിരിക്കും. പക്ഷെ ഞാൻ പറയുന്ന കാര്യം നിയാക്കുട്ടനും നേക്കുട്ടനുമൊക്കെ വളരെ ശ്രദ്ധയോട് കേൾക്കണം. കാരണം ഇതിൽ ജീവിതമുണ്ട്. എന്തുകൊണ്ട്? ജീവിതമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു തുടങ്ങട്ടെ ഇന്നത്തെ എന്താണ്. ഞാൻ ഇന്ന് രാവിലെ എന്ത് പറയണമെന്ന് ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുമ്പം മനസ്സിലേക്ക് കടന്നു. നിങ്ങൾ രാവിലെ എഴുന്നേക്കാൻ ഇച്ചിരി ലേറ്റായി. അപ്പം ഞാൻ ചിന്തിച്ച് ഇതൊരു കോൺഫിഡൻസിന്റെ ലാക്കാണ്. മനസ്സിലായോ? ലാക്ക് ഓഫ് കോൺഫിഡൻസ് ആണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ പറഞ്ഞു, വാട്ട് ഈസ് ദ പവർ ഓഫ് സെൽഫ് കോൺഫിഡൻസ് എന്നങ്ങ് പറയാമെന്ന് വിചാരിച്ചു. എന്ത് വാട്ട് ഈസ് ദ പവർ ഓഫ് കോൺഫിഡൻസിന്റെ പവർ എന്തുവാന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതൊരു വലിയ അതിശയമാണ്. ഈ സാധനം കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ ഞെട്ടും. ഇത്രയും പവറാണോ കോൺഫിഡൻസിന്? എന്നാൽ ഞാൻ വലിയ കോൺഫിഡൻസുകാരൻ, നമുക്ക് കാര്യമാക്കും എന്ന് പറയും. മനസ്സിലാവുന്നു? ഒന്നാമത്തെ പോയിന്റ്, നിങ്ങൾക്ക് കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന നിമിഷം മുതൽ നിങ്ങളുടെ ജീവിതം മാറി തുടങ്ങും. എന്തോ നമ്മുടെ ജീവിതം മാറുക. സംശയമുണ്ടോ? ഇല്ല. മോൻ അങ്ങനെ വിശ്വസിക്കൂ. നമ്മുടെ ജീവിതം മാറണമെന്നുണ്ടെങ്കിൽ ആര് തീരുമാനിക്കണം? നമ്മൾ തീരുമാനിക്കണം. ഇത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഒരു വികാരത്തള്ളിച്ചൊന്നും അല്ല, മറിച്ച് നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ശക്തിയാണ്. മനസ്സിലാവും? നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടത് എന്നെ കൊണ്ട് ഇത് നടക്കും. പഠിച്ചോ? രാവിലെ എഴുന്നേക്കാൻ എന്നെ കൊണ്ട് പറ്റും. ഇത്ര മാർക്ക് മേടിക്കും, എന്നെ കൊണ്ട് പറ്റും. IAS ആകാൻ എന്നെ കൊണ്ട് പറ്റും എന്ന തോന്നൽ. ഇത് ചുമ്മാ ഒരു വികാരത്തള്ളിച്ചുകൊണ്ട് പറയുന്നതൊന്നുമല്ല. ഇതെന്താണ്? ഇത് നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ശക്തിയാണ്. മറക്കുമോ? അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ ഈ അടുത്തൊരു പോയിന്റ് പപ്പ പറയുന്നു. നിങ്ങൾ ഈ പറയുന്ന പോയിന്റ്സ് ശ്രദ്ധിച്ചോണം. കാരണം ഇത് നിങ്ങളെ എവിടെ സഹായിക്കുമെന്നുള്ളത് നിങ്ങൾ ചിന്തിച്ച് തന്നെ പഠിക്കണം. മനസ്സിലായോ? അടുത്തൊരു പോയിന്റ് എന്തുവാന്ന് ചോദിച്ചാൽ, ഭയം എന്ന് പറയുന്നത് എന്തോ? ഒരിക്കലും നിങ്ങളുടെ വിജയത്തെ തടുക്കുന്നതല്ല. ഭയം എന്ന് പറയുന്നത് നിങ്ങളുടെ വിജയത്തെ തടുക്കുന്നതല്ല. നേക്കുട്ടന് മനസ്സിലായോ? മനസ്സിലായി. പക്ഷെ തുടങ്ങാതിരിക്കുന്നത്, ഒരു പ്രവൃത്തി ചെയ്യാൻ ശ്രമിക്കാതിരിക്കുന്നത്, അതിനെ പേടിക്കണം. എന്തോ? എന്തിനെയാ പേടിക്കണ്ടേ? ഭയത്തെ പേടിക്കണോ? വേണ്ട. അത് പപ്പ പറഞ്ഞിട്ടുണ്ട്. ഭയത്തെ നമുക്ക് എങ്ങനെ കൊല്ലാൻ പറ്റും? ഭയത്തിലോട്ട് ഇറങ്ങി ചെന്നാൽ മതി. എന്താണോ നിങ്ങളുടെ ഭയം, ആ ഭയത്തെ തോൽപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റും. പക്ഷെ തുടങ്ങാതിരിക്കുന്നത്, മനസ്സിലായോ? അതൊരു വലിയ ഭയമാണ്. അത് തുടങ്ങാതിരുന്നാൽ നിങ്ങൾ പേടിക്കണം. മനസ്സിലായോ? നമ്മളെക്കുറിച്ച് നമ്മൾ പറയുന്ന വാക്കാണ് നമ്മുടെ ഭാവി നിർണ്ണയിക്കുന്നത്. എന്തോ? നമ്മളെക്കുറിച്ച് നമ്മൾ പറയുന്ന വാക്കാണ് നമ്മുടെ ഭാവി നിർണ്ണയിക്കുന്നത്. നമ്മളെക്കുറിച്ച് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത്, എന്താണോ പറയുന്നത്, അതാണ് നമ്മുടെ ഭാവി നിർണ്ണയിക്കുന്നത്. മനസ്സിലായോ? എനിക്ക് പറ്റില്ല എന്ന ഒറ്റ വാക്ക് മതി നമുക്ക് തകർന്നു പോകാൻ. മനസ്സിലായോ? മനസ്സിലായി. സംശയമുണ്ടോ? ഇല്ല. പറയണോ ഒന്നുകൂടെ? നമുക്ക് പറ്റില്ല. നമ്മളെ കുറിച്ച് നമ്മൾ പറയുന്ന വാക്കാണ് നമ്മളുടെ ഭാവി നിർണ്ണയിക്കുന്നത്. എനിക്ക് പറ്റില്ല എന്ന ഒരു വാക്ക് പോലും നിങ്ങളുടെ കഴിവുകളെ തകർത്ത് കളയും. അപ്പൊ എനിക്ക് പറ്റില്ല എന്നെപ്പോ പറയുന്നോ ആ നിമിഷം നിങ്ങളുടെ തകർച്ച ആരംഭിക്കുക. ഐഡിയ കിട്ടിയോ? മനസ്സിലായോ മോനെ? അതാണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട ചിന്തിക്കേണ്ട ഒരു പോയിന്റ്. അപ്പം നമുക്കൊക്കെ എപ്പോഴും ഒരു കയ്യടി വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാ ആണോ? അതായത് മറ്റുള്ളവരുടെ പ്രശംസ, മറ്റുള്ളവർ നമുക്ക് കൈയടിക്കണമെന്ന് ആഗ്രഹിക്കും. പക്ഷേ വിജയമെന്ന് പറയുന്നത്, സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നത് നമ്മളെ കയ്യടിയില്ലാതെ മുന്നോട്ട് നയിക്കുന്നതാണ്. മനസ്സിലായോ? വി ഡോണ്ട് വാണ്ട് കയ്യടി, ക്ലാപ്പിങ്സ്. വൈ? ബിക്കോസ് ഈ നമ്മുടെ കോൺഫിഡൻസ്, സെൽഫ് കോൺഫിഡൻസ്, നമ്മൾ ജയിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് നമ്മളാണ്. ഐഡിയ മനസ്സിലാവുന്നോ? മനസ്സിലായി. അപ്പോൾ ഒരു കാരണവശാലും കയ്യടി ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത്? തളർന്നു പോകരുത്. കയ്യടി എന്ത് ചെയ്യണം? കയ്യടി മാത്രം പ്രതീക്ഷിച്ച് നിൽക്കരുത്. ഈ കോൺഫിഡൻസ് എന്ന് പറയുന്നത് എന്തോ? കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഈ നമ്മുടെ ഈ കോൺഫിഡൻസ് അന്നേരം നമ്മൾ ഈ നമ്മൾ പറയത്തില്ലേ, പപ്പ പറഞ്ഞു അല്ലെ അമ്മ പറഞ്ഞു, ഇതിനു വേണ്ടി കാത്തിരിക്കരുത്. ആ കാത്തിരിപ്പല്ല നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് എന്താണ്? നമ്മുടേതായ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന
ചില കാര്യങ്ങളുണ്ട്. അതാണ് നിങ്ങളുടെ കോൺഫിഡൻസ്. പപ്പയെ വിശ്വസിച്ചല്ല നിങ്ങൾ യാത്ര ചെയ്യേണ്ടത്. പപ്പ മരിച്ചു, അമ്മ മരിച്ചു, എല്ലാം സംഭവിക്കും. മോനെ ഇപ്പം തന്നെ കൂടെ കൃത്യമായി നിങ്ങളിതെല്ലാം ഒബ്സർവ് ചെയ്യണം. അലസത വരരുത്. അലസതയാണ് മനുഷ്യനെ നശിപ്പിക്കുന്നത്. മനസ്സിലാവുന്നോ? പപ്പ നടക്കുമ്പോൾ ഈ ഫോൺ പിടിക്കുന്നുണ്ട്, നിങ്ങളെ കെയർ ചെയ്യുന്നുണ്ട്, മഴ നനയാതെ പോകുന്നതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ട്, ചുറ്റുപാട് നിയന്ത്രിക്കുന്നുണ്ട്. ചുറ്റുപാട് എന്നൊരു പട്ടി വന്നു കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് അടുത്ത സ്റ്റെപ്പ് എടുക്കുന്നത്, 100 കൂട്ടം കാര്യങ്ങൾ ചിന്തിച്ചാൽ പോകുന്നത്. നിങ്ങൾ പറയും ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ പലരും ചെയ്യുന്നുണ്ട്. മനസ്സിലായ? ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ. നമ്മുടെ എലോൺ മസ്ക് എൻ്റെ ഗുരു, അവൻ മനസ്സിലാണോ? നമ്മുടെ ഗുരു ആരൊക്കെയാന്ന് ചോദിച്ചാൽ വേൾഡ് ആൾക്കാരാ. ആരൊക്കെയാ? കുറച്ച് പേരുടെ പേര് പറ. എലോൺ മസ്ക്, ജെഫ് ബസോസ്, സക്കൻബർഗ്, അങ്ങനെ കുറെ പേര് പറഞ്ഞാൽ പോരാ. അതൊന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയല്ലേ പറയും. സ്റ്റീവ് ജോബ്സ് അല്ലേ? നമ്മൾ പറയും സക്സസ് ആയവരെല്ലാം. അലിബാബ. നിങ്ങൾ എപ്പോഴും പറഞ്ഞു എവറി ടൈം യു ഷുഡ് സ്റ്റഡി സം നെയിംസ് ഫോർ ദിസ്. മനസ്സിലാവും? എന്തോ കുഞ്ഞു പറഞ്ഞു ജാക്മാ. എന്തോ പറഞ്ഞു? എന്തിനാ ചിരിച്ചേ? അല്ലല്ല, സോറി. അലിബാബയുടെ മുതലാളിയാണ് ജാക്മാ. അതല്ല, ഓക്കെ. ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ തുടങ്ങേണ്ടത് ചെറിയ ആത്മവിശ്വാസത്തിൽ നിന്നാണ്. ചെറിയ ഒരു ആത്മവിശ്വാസത്തിൽ നിന്ന് നിങ്ങൾ എടുക്കുന്ന തീരുമാനമാണ് വലിയ കാര്യങ്ങൾ ചെയ്യുന്നത്. അഡ്വക്കേറ്റ് അരുൺ ചെറിയാൻ പൂച്ചക്കുഴി ഈസ് വാച്ചിങ് അവർ വീഡിയോ. താങ്ക് യു, ഗുഡ് മോർണിംഗ്. മനസ്സിലായോ? അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോണം അരുണെ. ജീവിതത്തിൽ പലരും പരാജയപ്പെട്ടു പോകുന്നതിൻ്റെ പ്രശ്നം എന്തോന്നറിയാവോടാ? നെഗറ്റീവ് ആൾക്കാരുണ്ടാവും. ആരാ? നെഗറ്റീവ് ആളുകൾ. അവർ നിങ്ങളുടെ സ്വപ്നങ്ങളെ ചെറുതായി കാണും. അവരെന്ത് ചെയ്യും? നിങ്ങളുടെ സ്വപ്നങ്ങളെ ചെറുതായി കാണും. മനസ്സിലാവുന്നോ? അത് ഈ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാറ്റിയെടുക്കാൻ പറ്റും. നമുക്കെപ്പോഴും ഏറ്റവും വലിയ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് എന്താണ്? നമ്മുടെ സർക്കംസ്റ്റാൻസസ് എന്ത് ചെയ്യും? നമ്മളെ പിടിച്ചു മുറുക്കും. അപ്പം എന്താണ് അതിന് കാരണം എന്ന് വെച്ചാൽ, എടാ ദൈവം എന്ത് അങ്ങനെ ചെയ്യുന്നത് നമ്മൾ ചിന്തയും. അപ്പോൾ ഈ യേശുവിന് തന്നെ കിട്ടിയത് എന്ത് ഭയങ്കരമായ സാഹചര്യങ്ങളാണ്, മോശപ്പെട്ട സാഹചര്യങ്ങളാണ് ആണോ? അപ്പം അതിനെ എങ്ങനെ ഓവർകം ചെയ്യും? അവന്റെ കോൺഫിഡൻസ് എങ്ങനെയാണ്? മനസ്സിലാവുന്നോ? അപ്പം മറ്റുള്ളവർ നെഗറ്റീവ് പറയുന്നതാണ് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന ആ കോൺഫിഡൻസിനെ സ്റ്റേബിൾ ആക്കുന്നത്, നിങ്ങളുടെ മോട്ടിവേഷനെ സ്റ്റേബിൾ ആക്കുന്നത്, നിങ്ങളുടെ ചിന്തകളെ സ്റ്റേബിൾ ആക്കുന്നത് ഒക്കെ നിങ്ങളെപ്പറ്റി മറ്റുള്ളവർ മോശം പറയുമ്പോൾ മാത്രം അതിനകത്ത് നിന്ന് എനർജി എടുക്കണം. എല്ലാവരും നല്ലത് പറയുന്നവൻ ആരും ഇതുവരെ രക്ഷപ്പെട്ടിട്ടില്ല. മനസ്സിലായോ? അത് രക്ഷപ്പെടാൻ പറ്റില്ല മോനെ. കാരണം എന്താ? അവിടുന്ന് നമ്മൾ കൃത്യമായി എന്ത് ചെയ്യണം? ആ ഒരു മാറ്റത്തിന് തയ്യാറാകണം. മനസ്സിലായോ? നിങ്ങളുടെ മൈൻഡ് എന്ന് പറയുന്നത് ഞാൻ കാണുന്നത് എങ്ങനെയാണെന്ന് പറയാം. നിങ്ങളുടെ മൈൻഡ് എന്ന് പറയുന്നത് ഒരു ഗാർഡനാണ്. നിങ്ങളുടെ മൈൻഡ് എന്തോ? ഒരു ഗാർഡനാണ്. നിങ്ങൾ അതിനകത്ത് കോൺഫിഡൻസ് നടുക. എന്തായിരുന്നു? കോൺഫിഡൻസ് നടുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കറേജ് ഉണ്ടാവും. പഠിച്ചോ? നിങ്ങളുടെ മൈൻഡ് പൂന്തോട്ടത്തിൽ ഒരു പൂന്തോട്ടമാണ്. ആ പൂന്തോട്ടത്തിൽ എന്തോ നട്ട്? കോൺഫിഡൻസ് നട്ടാൽ നിങ്ങൾ എന്തായി മാറും? നിങ്ങൾക്ക് കറേജ് കിട്ടും. നിങ്ങൾക്ക് കറേജ് ഉണ്ടാവണം. കറേജ് സ്ട്രോങ് ആവുന്ന എപ്പോഴാണെന്നറിയാമോ? നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവുമ്പോഴാണ്. എങ്ങനെ? കറേജ് നമുക്ക് ഒരു സിംഹത്തിനെ അടുത്ത് നിന്ന് പരിചരിക്കുന്ന ഒരാൾ, എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് സിംഹത്തെ പേടിയുണ്ടോ? ഇല്ല. അതേപോലെ ആയിരിക്കണം നമ്മുടെ ജീവിതത്തിലും. നമ്മളത് ചെയ്യണം. എന്ത് ചെയ്യണം? നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം. അങ്ങനെ ചെയ്താണ് നമ്മുടെ ഈ കോൺഫിഡൻസ് വർദ്ധിക്കുന്നത്. മനസ്സിലായോ? അല്ലാതെ ഒരാൾ എന്ത് പറഞ്ഞു എന്നുള്ളത് നിങ്ങളുടെ ഒരു പ്രശ്നമല്ല. ഇത് ആരെയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്? നിങ്ങളൊരു ഉദാഹരണം പറയാം. നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് കണ്ണാടിയുടെ അടുത്ത് ചെയ്യണം. എന്ത് ചെയ്യണം? കണ്ണാടിയുടെ അടുത്ത് തന്നെ. കണ്ണാടിയുടെ അടുത്ത് എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാമോ? കണ്ണാടി നോക്കിയിട്ട് ഇങ്ങനെ പറയണം, യെസ് ഐ ക്യാൻ. എന്ത്? എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ മതിയായ ആള് ഞാൻ തന്നെയാണ്. എന്താ? ഇത് ചെയ്യാൻ മതിയായ ആള് ഞാൻ തന്നെയാണ്. ഐ ആം ഓക്കെ. എടാ എന്തിനാ നമ്മൾ ഭയപ്പെടുന്നേ? മനസ്സിലായോ? സക്സസ് എന്ന് പറഞ്ഞാൽ 99% പീപ്പിൾസ് ഡോണ്ട് നോ വാട്ട് ഈസ് സക്സസ്. അവർ പറയുന്നത് ജീവിതത്തിൽ ജോലി നേടുന്നത് അവനെ പഠിപ്പിച്ചു വെച്ചേക്കുന്ന ഒരു സിസ്റ്റമാണ്. ജോലി എന്തായാലും കിട്ടും, ശമ്പളവും കിട്ടും, തിന്നാനും പറ്റും, ഇതൊക്കെ ചെയ്യും. പക്ഷേ സക്സസ് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. സക്സസ് മീൻസ് വിൽ ഗീവ് യു ദ യുണീക്നെസ്. നിങ്ങളെ
ഗുരുത്വാകർഷണം എന്ന് പറഞ്ഞാൽ എന്ത് ഓർമ്മ വരും? ഐസക് ന്യൂട്ടൻ എന്ന് പറയാം. അതാ യുണീക്ക്നെസ്. മനസ്സിലായോ? നമ്മൾ ചിന്തകൾ, ഒരു ചെറുക്കൻ ന്യൂസ് പേപ്പറുമായിട്ട് ഇങ്ങനെ അതിരാവിലെ വിറ്റ് ഉണ്ടോ? ഞാൻ ന്യൂസ് പേപ്പർ എന്നേ പറഞ്ഞോളൂ. കുഞ്ഞുണ്ണെ എന്തോ പറഞ്ഞു? APJ അബ്ദുൽ കലാം എന്ന് പറഞ്ഞു. മനസ്സിലായോ? അതായത് 11 വയസ്സിനകത്ത് ഒരു ലൈബ്രറി മൊത്തം ഒരു ചെറുക്കൻ വായിച്ചു. എലോൺ മസ്ക്. കണ്ടോ? എന്തെങ്കിലും ഞാൻ പറയുന്നു. Before that you are identifying that person. Who is that? Yes. That is Nikola Tesla. One who had a dream in their life. 100% I'm telling what? They will succeed in their life. 100%. 100%. Why you are bothering that? And Neha, if you have a confidence, what type of confidence? A strong confidence from yours. That means what? Self-confidence ഉണ്ട്. 100% you will succeed in your life. ആർക്ക് നിങ്ങളെ തോൽപ്പിക്കാൻ പറ്റും? ആർക്ക് നിങ്ങളെ തോൽപ്പിക്കാൻ പറ്റും? ഒരാൾക്ക് നിങ്ങളെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. ഒരു കാര്യം ആലോചിച്ചോണം. കണ്ണാടി മിറർ ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? മിററിൽ കാണുന്നത് നിങ്ങളെ തന്നെയാണ്. ആണോ? അതിന്റെ മുന്നിൽ ചെന്ന് ഏത് രൂപത്തിൽ നിങ്ങൾക്ക് നിൽക്കാം. സിംഹത്തെ പോലെ വേഷം കെട്ടി നിൽക്കാം, പട്ടിയെ പോലെ നിൽക്കാം. അവിടെ വെച്ച് കണ്ണാടിയുടെ മുന്നിൽ വെച്ച് തീരുമാനം എടുത്തോണം. ആം എ ഡോഗ് ഓർ എ ലയൺ? അലറണം. അതൊക്കെ ചെയ്യാം. ഇതൊക്കെ ചെയ്യുന്നവരാ. എന്നിട്ട് പറയണം യെസ് ഐ ക്യാൻ. എന്ത് പറയണം? യെസ് ഐ ക്യാൻ. ഒന്ന് ഉറക്കെ പറഞ്ഞു. യെസ് ഐ ക്യാൻ. എന്നെ കൊണ്ട് പറ്റും. ഒരു സംശയവും വേണ്ട. യെസ് ഐ ക്യാൻ. അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ എടുത്തൊന്ന് കാണണം. യെസ് ഐ ക്യാൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ. പരാജയം എന്ന് പറയുന്നത് നിങ്ങളുടെ ഐഡന്റിറ്റി അല്ല. പരാജയം എന്ന് പറയുന്നത് നിങ്ങൾ ശ്രമിച്ചത് കൊണ്ട് പറ്റിയതാ. ശ്രമിച്ചില്ലായിരുന്നേ പരാജയപ്പെടും. പറ്റുമോ? പരാജയം ഒരു ഐഡന്റിറ്റി അല്ല. ഇറ്റ്സ് ഓൺലി വാട്ട്? എ ലെസൺ. എന്താ? ഒരു ലെസൺ മാത്രമാണ്. ഇറ്റ്സ് എ ലെസൺ. എന്താ? അതൊരു പാഠം മാത്രമാണ്. മനസ്സിലായോ? നിങ്ങളെ ആരും എന്ത് ചെയ്യത്തില്ല, പഠിച്ചങ്ങ് വെച്ചോണം. നിങ്ങളെ ആരും രക്ഷിക്കാൻ പറ്റത്തില്ല. എന്താ? നിങ്ങളെ ആരും രക്ഷിക്കാൻ പറ്റത്തില്ല. നിങ്ങളെ രക്ഷിക്കാൻ പറ്റുന്ന ഒരേ ഒരാളെ ഉള്ളൂ, അത് നീയാണ്. പഠിച്ചോ? എന്താ പറഞ്ഞേ? നിങ്ങളെ ആരും രക്ഷിക്കാൻ ആർക്കും രക്ഷിക്കാൻ പറ്റത്തില്ലെന്നല്ല. ആരും നിങ്ങളെ രക്ഷിക്കാൻ വരില്ല. നിങ്ങളെ രക്ഷിക്കാൻ വരുന്ന ഒരേ ഒരാളെ ഇന്ന് ലോകത്തുള്ളൂ. അത് എന്റെ നേഹ, അത് നേഹയാണ്, അത് നീയാണ്. മനസ്സിലായോ? ചിലർക്ക് കഴിവുണ്ട്, ചിലർക്ക് കഴിവുണ്ട്, പക്ഷെ കോൺഫിഡൻസ് ഇല്ല. എന്താ കഴിവുണ്ട്? അന്നേരം ഞാൻ ഇങ്ങനെ അങ്ങ് പറയുവാ, കോൺഫിഡൻസ് ഇല്ലാത്ത കഴിവ് ചക്കക്കുരുവാ. മനസ്സിലായോ? കോൺഫിഡൻസ് ഇല്ലാത്ത കഴിവ് പലപ്പോഴും മറഞ്ഞു പോകും. എന്തോ മാഞ്ഞു പോകും. ഐഡിയ കിട്ടിയോ? വെരി ഗുഡ്. അപ്പൊ നമ്മളൊരു കാര്യം ഇനി പറയുന്നതെന്ന് പറഞ്ഞാൽ, ഹു ഈസ് എ ലീഡർ? മനസ്സിലാവുന്നു? സെൽഫ് കോൺഫിഡൻസ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ദ ലീഡർഷിപ്പ്. പഠിച്ചോ? എന്തോ? എടാ, നിങ്ങൾ തളരുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഓരോ നിമിഷവും വരും. ഒരു സിംഹം ഒരു മൃഗത്തെ പിടിക്കാൻ പോയി പരാജയപ്പെട്ടു പോയെന്ന് പറഞ്ഞാൽ അതവിടെ തളരുകയല്ല, അതങ്ങനെയല്ല ഞാൻ പിടിക്കേണ്ടതെന്നുള്ളത് ആദ്യത്തെ സ്റ്റെപ്പിൽ മനസ്സിലാക്കുക. മനസ്സിലാവുന്നോ? ഇറ്റ്സ് ഓൺലി എ ലെസൺ. മനസ്സിലായോ? കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഇല്ലാത്ത ഓരോ സക്സസും മാഞ്ഞു പോകുമെന്ന് പറഞ്ഞതുപോലെ സെൽഫ് കോൺഫിഡൻസ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ലീഡർഷിപ്പ് എന്ന് പപ്പ പറയുന്നത്. മനസ്സിലായോ? സ്വയം വിശ്വസിക്കാൻ പറ്റണം. സ്വയം വിശ്വസിക്കുന്ന ഒരുത്തനെ മറ്റുള്ളവരെ നയിക്കാൻ പറ്റൂ. സംശയമുണ്ടോ? ഇല്ല. പഠിച്ചോ? സ്വയം വിശ്വസിക്കാൻ പറ്റുന്നവന് മാത്രമേ മറ്റുള്ളവനെ നയിക്കാൻ. ആ വിജയം വരാൻ സമയമെടുക്കും. മനസ്സിലായോ? വല്ലവന്റെ സഹായത്തോട് വന്ന് മുഖ്യമന്ത്രിയാകുന്നതല്ല, ഇവൻ മുഖ്യമന്ത്രി ആകൂ എന്ന് പറയുന്ന തരത്തിലേക്ക് മാറണം. മനസ്സിലായോ? ഒരു കോൺഫിഡൻസ് ഉള്ള ഒരാളുടെ പ്രത്യേകത എന്തോന്നറിയാമോ? അയാൾ ഒരു കാരണവശാലും സർക്കംസ്റ്റാൻസ്, സാഹചര്യങ്ങളെ കുറ്റം പറയത്തില്ല, അവയെ മാറ്റാൻ ശ്രമിക്കത്തേ ഉള്ളൂ. എന്തോ എനിക്കതില്ല, എനിക്കിതില്ലായിരുന്നു, എനിക്ക് ഇങ്ങനെ ഇല്ലായിരുന്നു, എനിക്ക് ട്യൂഷൻ ഇല്ലായിരുന്നു എന്ന് പറയുന്നത് ഇതിന്റെ ഒരു സിസ്റ്റമേ അല്ല. ആ സാഹചര്യത്തെ മാറ്റിയെടുക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. നിങ്ങൾക്ക് ഉള്ള ലിമിറ്റേഷൻ മനസ്സിലാവുന്നോ? നിങ്ങൾക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ടെന്ന് വെച്ചോ. നിങ്ങൾക്ക് ഇന്നുള്ള ഒരു ലിമിറ്റേഷൻ പലതും നിങ്ങളുടെ മൈൻഡ് ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. എന്തോ? നിങ്ങളുടെ ഈ ലിമിറ്റേഷൻ അല്ല, നിങ്ങളുടെ മൈൻഡ് ഉണ്ടാക്കി വെച്ചേക്കുന്ന കാര്യങ്ങൾ. അതിനകത്ത് ഒരു കാര്യമില്ല. മനസ്സിലായോ? അതായത് സക്സസ് ജനിക്കേണ്ടത് ആദ്യം മനസ്സിലാണ്. എന്താ? സക്സസ് ജനിക്കേണ്ടത് ആദ്യം മനസ്സിലാണ്, പിന്നെ അത് പ്രാവർത്തികമാക്കണം.
അപ്പോൾ ഞാനിപ്പോൾ അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളെ പറ്റി ഒരു ഐഡിയ കിട്ടിയോ? അപ്പോൾ ഇതൊക്കെയാണ് സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്ന വലിയ ഒരു കാര്യത്തിൻ്റെ അടിസ്ഥാനം. ഇനി എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും സംശയമുണ്ടോ? സെൽഫ് കോൺഫിഡൻസുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഈ കേൾക്കുന്നവർക്കുണ്ടോ? ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ടൈപ്പ് ആസ് എ മെസ്സേജ്. ഐ വിൽ ഗീവ് ദ ആൻസർ. ഇപ്പോഴല്ലെന്നുണ്ടെങ്കിലും ദെൻ ആഫ്റ്റർ. മനസ്സിലായോ? ഇന്നത്തെ കാലത്ത് സെൽഫ് കോൺഫിഡൻസ് കൊണ്ട് മാത്രം ജീവിക്കാം എന്നുള്ളതല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അല്ല. കോൺഫിഡൻസ്, വാട്ട് ഈസ് കോൺഫിഡൻസ്? ഐ വിൽ ഷോ ദിസ്. ദിസ് ഈസ് കോൺഫിഡൻസ്. യെസ്. എന്തുകൊണ്ട്? സുഖമാണോ? എവിടെ പോന്നേ? ആണോ? പൈസ ഉണ്ടോ? ചായ കുടിച്ചോ? ഓക്കെ ഓക്കെ ഓക്കെ, എന്നാ ചായ കുടിക്കും. എപ്പോ തന്നാലും ഞങ്ങളങ്ങ് വാങ്ങും. മനസ്സിലായോ? കേട്ടോ? ഓക്കെ. അപ്പം ഞാൻ എന്തിനാ അദ്ദേഹത്തെ കാണിച്ചെന്നറിയാം? ഈ രാവിലെ അദ്ദേഹത്തിന് എത്ര വയസ്സുണ്ട്? നിയർലി ഒരു 90 പുറത്തായി. 80 ആണോ? ആര് പറഞ്ഞേ? മറ്റേ അപ്പച്ചന് 100 വയസ്സുണ്ട്, 101 വയസ്സുണ്ട്, 102. അപ്പോൾ ഇത്രയും വയസ്സുള്ള ഒരാൾക്ക് വീട്ടിൽ കിടന്നൂടെ? അപ്പം നോക്കിക്കോണം, നമ്മൾ ഇവിടെ നിന്ന് വരുന്നതിന് മുമ്പേ ആ അപ്പച്ചൻ വീട്ടിൽ നിന്ന് വന്നിട്ട് അടുത്ത് ഷേവ് ചെയ്യാൻ വേണ്ടി പോയി കഴിഞ്ഞു. മനസ്സിലാവുന്നോ? അപ്പോൾ അതിനർത്ഥം എന്തുവാ? നമ്മളുടെ കോൺഫിഡൻസ് ആണ് എനിക്ക് ഒറ്റയ്ക്കായാലും കമ്പും കുത്തി വടിയും കുത്തി ഇതിലേക്കൂടെ വരാമെന്നുള്ള ആ കരുത്ത്. മനസ്സിലായോ? അതിനുള്ള കരുത്ത്, ഈ കോൺഫിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിലും കോൺഫിഡൻസ് പ്ലസ് ആക്ഷൻ വരണം. നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ആശയത്തെ ആമാശയവൽക്കരിക്കപ്പെടുക, അല്ലെന്നുണ്ടെങ്കിൽ അത് പണമായി മാറുന്നു, അല്ല സക്സസ് ആയി മാറുന്നത് എങ്ങനെയാണ്? അത് പ്രവൃത്തി കാണിക്കുമ്പോഴാണ്. സംശയമുണ്ടോ? ഇനി എന്തെങ്കിലും അപ്പം കുഞ്ഞ് പഠിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ പപ്പ പറയും, മോനെ പഠിക്കുക, മോനെ TV മാറ്റി വെക്കുക, മോനെ ഫോൺ മാറ്റി വെക്കുന്നു. ഞാൻ എൻ്റെ കുഞ്ഞിനോട് പറയേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? അല്ല, മോനങ്ങനെ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞോ? അതിനർത്ഥം എന്താണ്? എൻ്റെ കുഞ്ഞ് തളരാൻ തുടങ്ങിയിരിക്കുന്നു, സെൽഫ് കോൺഫിഡൻസ് മാറിയിരിക്കുന്നു. പറഞ്ഞു. റിവഞ്ച് ഈസ് എ മോട്ടിവേഷൻ. റിവഞ്ച് മീൻസ് വേറെ കാര്യമുണ്ട്. റിവഞ്ച് എന്ന് പറഞ്ഞാൽ അടി കൊടുക്കുന്നതാണെങ്കിലോ? അങ്ങനെ റിവഞ്ച് അല്ല. സക്സസിനകത്ത് റിവഞ്ച് എന്ന് പറയുന്നത് നിങ്ങൾ സക്സസ് ആകുക എന്നുള്ളത്. നിങ്ങൾ സക്സസ് ആകുക എന്ന് പറഞ്ഞാൽ വേറൊരാളെ അടിക്കുന്നതാണോ? വേറൊരാളെ വേദനിപ്പിക്കുന്നതാണോ? അല്ല, നിങ്ങൾ സ്വയം മാറുന്നതാ. സ്വയം മാറും. റിവഞ്ച്, യു ടേക്ക് ദ റിവഞ്ച് ആസ് എ ചലഞ്ച് ഫോർ യുവർ ഗ്രോത്ത്. അങ്ങനെ പറഞ്ഞോടെ. സക്സസിന് വേണ്ട ഏറ്റവും വലിയൊരു ഘടകമാണ് കോൺഫിഡൻസ്. അതോടൊപ്പം തന്നെ പ്രാക്ടീസ്, അതോടൊപ്പം തന്നെ ഡിസിപ്ലിൻ ആൻഡ് ഫോക്കസ് ഈസ് ദ ഗ്രേറ്റ് വൺ. നത്തിങ് മോർ ദാൻ ദാറ്റ്. യു ജസ്റ്റ് ഫോക്കസ് ഓൺ ദാറ്റ് ആൻഡ് the same time you should have a discipline. If you don't have the discipline, how you can succeed in your life? Early morning 5:30 papa saying what? Nia, just wake up, get up. But every time my kid doing what? She is not ready to get up at the early morning. No, I know that you are different, but I am taking as you as an example. Okay. I never ever took you as that. Angana onnu njan edukathilla, because you are very strong lady. I have two girls. Yes. I am very proud. I am spending my time with my kids. Why? Because you are different. Yes. You both of you are different. Yeah. That pinne moolu parnja oru question undarnallo mone. സക്സസിന് എന്തുകൊണ്ട് റിവഞ്ച് എന്ന് പറയുന്നതല്ല സംഭവം. ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. മോട്ടിവേഷൻ ആൻഡ് ഇൻസ്പിറേഷൻ തമ്മിലുള്ള വ്യത്യാസം പഠിക്കുക. മോട്ടിവേഷൻ മീൻസ് പപ്പ ഇപ്പോൾ പറയുന്നത് ഇറ്റ്സ് എ മോട്ടിവേഷൻ. ഇൻസ്പിറേഷൻ മീൻസ് വാട്ട്? ദാറ്റ് ഈസ് ഈ റിവഞ്ച് അതിനൊരു കാരണമാവാം. ഇതെല്ലാം നിങ്ങളെ ഇൻസ്പയർ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഞങ്ങൾക്ക് കാണാൻ പറ്റുമോ? അത് ഞങ്ങൾക്കൊന്നും കാണാൻ പറ്റത്തില്ല. നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന തീഷ്ണതയും ദാഹവുമാണ് അതിന് കാരണം. Okay, do you have any other proper question? Means what? That means any challenges ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടോന്ന് എന്ന് പറഞ്ഞാൽ എനിക്കും ചിന്തിക്കാൻ കഴിയുന്ന. എന്താ വേണം? ചായ വേണോ? ബൂസ്റ്റ് വേണോ? ഹോർലിക്സ് വേണോ? ഓക്കെ, ഇന്ന് ഹോർലിക്സ് വേണം. കുഞ്ഞിനൊരു ഹോർലിക്സ്. നേമോക്കോ? വേണ്ട, ഒരു ഹോർലിക്സ് ചേട്ടാ. ഇനി എന്തെങ്കിലും അതിനകത്ത് സംശയമുണ്ടോ മോനെ? പൂച്ചക്കുഴിക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? സോ പൂച്ചക്കുഴി, യു ഡോണ്ട് വറി. ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ മാറും. എനിക്ക് ഒരു ചായ കുടിച്ചാൽ 1/2 ഗ്ലാസ് മതി, മൊത്തം വേണ്ട. എന്തു മോനെ? ഞാൻ പൂച്ചക്കുഴിയോടൊന്ന് പറഞ്ഞോട്ടോ. പൂച്ചക്കുഴി,
നമ്മൾ കാരണം എന്ന് പറഞ്ഞാൽ യു ആർ വർക്കിംഗ് ഹാർഡ് ഇൻ ദയർ ഇൻ ദ പോളിറ്റിക്സ് ബട്ട് നോ വൺ ഈസ് കെയർ യു. ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം. ദ സക്സസ് കംസ് വെരി ലേറ്റ് ബട്ട് ദാറ്റ് വിൽ കം ആസ് വെരി സ്ട്രോങ് ആസ് എ സ്റ്റോം ബിക്കോസ് യു ഹാവ് ദ കപ്പാസിറ്റി. ഓക്കെ, നീ നിന്നിൽ വിശ്വസിക്കുക. സാഹചര്യങ്ങൾ ഇനി എത്ര മാറാൻ ആര് ശ്രമിച്ചാലും ആ സാഹചര്യത്തെ മാറ്റാൻ അവരെ കൊണ്ട് പറ്റത്തില്ല. കാരണം യു ഹാവ് എ ഡ്രീം ഉള്ളവനെ മാറ്റാൻ പറ്റത്തില്ല. യു ഫസ്റ്റ് പിന്നെ എന്താണെന്ന് വെച്ചാൽ അത് എഴുതി വെക്കപ്പെടണം. എന്നാണ് ഞാൻ എന്ത് ചെയ്യണമെന്നുള്ളത്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പഠിക്കേണ്ട കാലഘട്ടം, അതെങ്ങനെ പഠിക്കണം, എത്രാമത്തെ വയസ്സിൽ ജയിക്കണം, മനുഷ്യൻ എന്തു പറയുന്നു എന്നുള്ളത് നമ്മുടെ പ്രശ്നമല്ല. അവരത് പറഞ്ഞുകൊണ്ടേയിരിക്കും. അവർ പറയുന്നത് നമ്മുടെ വിഷയമാക്കി എടുക്കുകയും വേണ്ട. എന്ത് മോനെ നേക്കൂട്ടാ വേറെ ഏതാണ്ട് പറഞ്ഞേ? സെൽഫ് കോൺഫിഡൻസ് ഉള്ള എല്ലാവരുമാരാണല്ലോ ഓരോ പൊസിഷൻ. സെൽഫ് കോൺഫിഡൻസ് ഉള്ള എല്ലാവരും എന്ന് പറഞ്ഞാൽ അവരുടെ ഡ്രീം ചെറുതാണെന്നുണ്ടെങ്കിൽ അവർ ചെറുതായിട്ട് വിജയിക്കും. ഇവിടെ നിങ്ങൾ വെക്കുന്ന ഇത് മാജിക് ഓഫ് തിങ്കിങ് ബിഗ് എന്ന് പറയുന്ന ഒരു പുസ്തകം അറിയാമോ? റോബർട്ട് സോൾസിന്റെ. അതിനകത്ത് പറയുന്നതിന്റെ തൊട്ട് ഇഫ് യു ആർ റെഡി ടു തിങ്ക് ബിഗ് എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ആ രീതിയിൽ വിജയിക്കാൻ പറ്റൂ. അപ്പോൾ ഈ സെൽഫ് കോൺഫിഡൻസ് നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മുടെ ഗോളുമായി റിലേറ്റഡ് ആണ്. മനസ്സിലായോ? ഇനി കൊട്ടാരക്കര വരെ പോകണം. ഇനി കൊട്ടാരക്കര ഒന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് കൊട്ടാരക്കര എത്താൻ വലിയ പാടൊന്നുമില്ല. അവൻ ചിന്തിക്കേണ്ടത് അമേരിക്ക ആയിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് റിസ്ക് ഉണ്ട്. മനസ്സിലായോ? അവിടെ ഒരാൾ എടുക്കാൻ ഒത്തിരി പൈസ വേണം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വിസ തരാൻ ഒരാൾ വേണം. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് ചെയ്യേണ്ടി വരും. ഐഡിയ കിട്ടിയോ? So daddy, whenever I am increasing my self confidence, the nature would make it attract towards me. Yes, 100%. That is what is called the law of attraction. Yeah. And then why do so many activists, maybe CPM or anyone who is who got self confidence but right now just buried under others? So actually that is not a self confidence. They are acting their jobs, that's all. They are doing their jobs because for what they for the media attention, otherwise for to influence their leaders and etc. because they are expecting a very little role from the leaders, but I am not ready to that. എനിക്കൊരു നേതാവ് തന്നെ എന്നെ സംതൃപ്തിപ്പെടുത്താൻ പറ്റത്തില്ല. ബിക്കോസ് മൈ ഡ്രീംസ് ഈസ് ഡിഫറെൻറ്റ്. ആ നേതാവ് കണ്ട സ്വപ്നം എന്ന് പറഞ്ഞാൽ നേതാവ് എഴുതി വെച്ചല്ല സ്വപ്നം കാണുന്നത്. ബട്ട് ഐ ഹാവ് എ ഡ്രീം. അത് ഫുൾഫിൽ ചെയ്യേണ്ടത് ചിലപ്പോൾ എന്നാന്ന് വെച്ചാൽ എനിക്കറിയാം. മനസ്സിലായോ? പറയൂ വേറെ. അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി ബോധേടോ അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ അതിനെപ്പറ്റി വിഷമിക്കുകയോ ഒന്നിനും ഞാൻ തയ്യാറല്ല. അതാണ് ഞാൻ എന്റെ കുഞ്ഞുങ്ങൾക്കും തരുന്നത്. മോനെ നീ കൂടെ അത് മേടിക്കേ. മോന് വേണം ഒരെണ്ണം മേടിക്കേ. വേണ്ട. മനസ്സിലായോ? നിങ്ങളിപ്പോൾ ഒരു ഇത് സംഭവം എന്തെന്ന് പറയാം. അമ്മ നിങ്ങൾ ഹോർലിക്സ് കുടിക്കുമ്പോൾ നിങ്ങളുടെ അമ്മ പറയാം ഇതെന്തിങ്ങനെ ഒന്നും തെറ്റല്ല. നിങ്ങളുടെ മൈൻഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന ചെറിയ കാര്യങ്ങൾ മനസ്സിലാവുന്നു. അത് നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷേ നിങ്ങളുടെ അൾട്ടിമേറ്റ് യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഹൃദയത്തിലും തലച്ചോറിലും ആഡ് ചെയ്യാൻ പറ്റണം. വയറിൽ മാത്രം ആഡ് ചെയ്യുന്നതിനകത്ത് അർത്ഥമില്ല. അത് ആർക്കും ആഡ് ചെയ്യാൻ പറ്റും. ഒരു ടെൻഷൻസും ഇല്ല. മനസ്സിലാവുന്നു? വയറിൽ ആഡ് ചെയ്യാൻ ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല. പക്ഷേ തലച്ചോറിലും ഹൃദയത്തിലും ആഡ് ചെയ്യുക. ഹൃദയത്തിൽ ആഡ് ചെയ്യുന്നത് സ്നേഹവും അനുകമ്പയും മേഴ്സി ഇതെല്ലാമാണ്. തലച്ചോറിൽ ആഡ് ചെയ്യുന്നത് നിങ്ങളുടെ നോളജും ഇൻഫർമേഷൻസും അതോടൊപ്പം തന്നെ വിസ്ഡം ആൻഡ് എവറിത്തിങ് ഇൻ യുവർ ഹെഡ്. മനസ്സിലായോ? അതുകൊണ്ട് നിങ്ങൾ രണ്ടും രണ്ട് രീതിയിൽ തന്നെ കാണണം. അതുകൊണ്ടാണ് നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ ഞാൻ പപ്പ പറയുന്നത് ഇൻഫർമേഷനും അതോടൊപ്പം തന്നെ ഹ്യൂമാനിറ്റി മീൻസ് വാട്ട് വാല്യൂസ് പ്ലസ് സ്കിൽ എന്ന് പറയുന്നത്. നിങ്ങളുടെ എഡ്യൂക്കേഷൻ പോലും വാല്യൂസ്, സ്കിൽ ആൻഡ് ഇൻഫർമേഷൻ ആണ്. സോ ദിസ് കൺസെപ്റ്റ് നിങ്ങളുടെ ഹേർട്ട്, ബോഡി ആൻഡ് ഹെഡ്, ബ്രെയിൻ. മനസ്സിലായോ? ഈ മൂന്നെണ്ണമാണ് നമ്മുടെ വിദ്യാഭ്യാസം. ഇതൊക്കെ ആൾക്കാർക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പോലും ആരുമില്ല. Thank you, Appa. We are walking on sunshine. Okay, then okay. Thank you.